കെ.എസ്.ആർ.ടി.സി ബസ് തടയാൻ മേയർക്ക് അധികാരമുണ്ടോ? ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. സച്ചിൻ ദേവ് എം.എൽ.എയും ഭാര്യയും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനും ബന്ധുക്കളും നടുറോട്ടിൽ കാർ കുറുകിയിട്ട് കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ വിവാദ സംഭവം ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സംഭവത്തിൽ തിരുവനന്തപുരംകാരുടെ പ്രതികരണം ഇങ്ങനെയാണ്. പക്ഷേ ഡ്രൈവർക്കാണ് ഞാൻ സപ്പോർട്ട്. കാരണം 2.5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് പിറ്റേന്ന് രാത്രി 10 വരെ ഡ്യൂട്ടി ചെയ്യുന്ന ഡ്രൈവറുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഷോ കാണിച്ചു എന്നൊന്നുമല്ല, ഞാൻ ഡ്രൈവറുടെ കട്ട സപ്പോർട്ട്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ മേയർ തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞ എന്തിനാണ് സിഗ്നൽ കാണിച്ചപ്പോൾ നമ്മൾ അപ്പോൾ എങ്ങനെയാണ് വണ്ടി ഫ്രണ്ടിലിടേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അവരൊരു മേയറാണ് ചെയ്തപ്പോൾ അവരൊരു സാധാരണക്കാരനെ അങ്ങനെ ചെയ്യുമായിരുന്നു? അങ്ങനെ ചെയ്യില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അയാളൊരു ഡ്രൈവറാണ് ചെയ്തപ്പോൾ അയാളും ഒരു സർക്കാർ പ്രവർത്തകനാണ്. അപ്പോൾ ഇവർക്ക് ഒരേ സ്ഥാനമുണ്ട്. സർക്കാർ പ്രവർത്തനം ആർക്കും വലിയ കൊമ്പത്തെ ഒരു ഇതുമില്ല. പിന്നെ ഇവരെയൊക്കെ ഈ ഇതിലിരിക്കുന്നത് നമ്മളാണ് ഇരുന്നത്. നമ്മൾ വോട്ട് ചെയ്തിട്ട് ഈ മേയറായാലും MLA ആയാലും മന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും വരണത്, അല്ല ആരും വരൂലല്ലേ. ഇത് മേയറിൻ്റെ ഭാഗത്താണ് തെറ്റ്, ഡ്രൈവറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഓക്കെ, പുള്ളിക്കാരൻ ലോങ് ഓടി വരുന്ന തടഞ്ഞു പിടിച്ച് അല്ലാത്ത ഒരു മേയറുടെ ഒരു വണ്ടിയില്ല, ഒഫീഷ്യൽ വണ്ടിയില്ല, അവർ പേഴ്സണലായിട്ട് പോകും. അപ്പോൾ തടഞ്ഞു നിർത്തി എത്രയും ചെയ്യേണ്ട ഒരു ഇല്ല വളരെ മോശമായിട്ട്. അതൊന്നും നടക്കാത്ത കാര്യമാണ്. തിരിച്ചുവിടുന്നു ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിന് തടഞ്ഞു നിർത്താൻ പാടില്ല. തടഞ്ഞു നിർത്തിയാൽ പോലീസ് കേസെടുക്കാം. അതാണ് അതിൻ്റെ റൂള്. അത്രയും ദൂരയാത്ര കഴിഞ്ഞ് വന്ന ഡ്രൈവറെ തടഞ്ഞു നിർത്തി അവരവരുടെ അധികാരം ഉപയോഗിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഒരു സാധാരണ അവർ രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. അപ്പം ഡ്രൈവറെടുത്ത് ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമാണുള്ളത്. അത്രയൊക്കെ നടപടി എടുക്കേണ്ട കാര്യം, അതും ഔദ്യോഗിക വാഹനത്തിൽ പോലും അല്ല പറഞ്ഞത്. അപ്പം എന്താണ് ഡ്രൈവറുടെ ഭാഗത്ത് ന്യായമുള്ളത്? ചേട്ടാ, നമ്മുടെ ആര്യ രാജേന്ദ്രൻ മേയറാണല്ലോ. അപ്പം ഔദ്യോഗികപരമായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം സാധാരണ ആളുകളുടെ റൈറ്റ്സ് തന്നെയാണ്. ആദ്യം പറഞ്ഞു ഇപ്പോൾ ചെറുതായിട്ട് ഈ വേഗത കൂടിയിട്ടാണ് തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. ആളൊരു ഡ്രൈവർ ചെയ്തതാണെന്ന് തോന്നുന്നത്. ചുമ്മാ ഷോ കാണിച്ചാണ്. ആദ്യം മേയർ പറഞ്ഞത് സ്പീഡ് കൂടിയിട്ടാണെന്ന്, പിന്നെ അത് മാറ്റി പറഞ്ഞു അശ്ലീല കാണിച്ചു, അങ്ങ് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്താ തോന്നുന്നത്, മേയർ കള്ളം പറയുന്ന ആളാണ്. ഈ സൈഡായിരുന്നു കാണിച്ചിട്ടില്ല. ആരുടെ ഭാഗത്താണ്? ഡ്രൈവറുടെ ഭാഗത്താണോ മേയറുടെ ഭാഗത്താണോ? ഞാൻ ഡ്രൈവറുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ആളുടെ ഭാഗത്ത് കണ്ടിട്ട് ബസ്സിൻ്റെ കൂടെയല്ലേ കൊണ്ടുവന്ന് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു അല്ലേ? അവരുടെ രാത്രി സമയത്ത് യാത്രക്കാരെ ഇറക്കി വിട്ട് ക്യാൻസൽ ഒരു ഷോയാണ് കാണിച്ചത് അന്ന് രാത്രി.